നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും എന്ന 9ാമത്തെ ദശകത്തിലെ 4ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. തതസ്സകല നാളികാ വിവരമാർഗഗോമാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യകമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീഹി സമാധിബലമാദധേ ഭവദനുഗ്രഹേകാഗ്രഹീ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തതഃ സകല നാളികാ വിവരമാർഗഗഃ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിം അഭി ന ഏവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണഃ ഏകാഗ്രധീഹി സമാധിബലം ആദധേ ഭവദനുഗ്രഹേകാഗ്രഹീ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. തതഃ സകല നാളികാ വിവരമാർഗഗഃ മാർഗയൻ ശതവത്സരം പ്രയസ്യ കിമപി ന ഏവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണഃ ഏകാഗ്രധീഹി ഭവദനുഗ്രഹേകാഗ്രഹീ സമാധിബലം ആദധേ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. ബ്രഹ്മാവ് 100 വത്സരം മുഴുവനും പ്രസ്തുത താമരത്തണ്ടിലെ സർവദ്വാരങ്ങളിലും സൂക്ഷ്മസ്വരൂപിയായി വളരെ പണിപ്പെട്ട് തിരച്ചിൽ തുടർന്നു വന്നു. എങ്കിലും ഒന്നും ദർശിക്കാതെ വരികയാൽ അദ്ദേഹത്തിന് നിരാശയോടുകൂടി പിന്തിരിയേണ്ടി വന്നു. അനന്തരം അദ്ദേഹം ആ താമരപ്പൂവിനുള്ളിൽ ഏകാഗ്രതയോടെ സ്വസ്ഥമായി അങ്ങയുടെ അനുഗ്രഹം ആശിച്ചുകൊണ്ട് സ്ഥിതി ചെയ്തു. നമസ്തേ.